ഹലോ ഹലോ. ഭാവി, എന്തോയി? കണ്ണ് തുറന്ന? പിന്നെ കണ്ണോർക്കാണ്ട്? അല്ല മോളെ, നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു കാക്കുയി ഞാൻ കണ്ണ് തുറന്നിട്ട് ടപ്പേന്ന് വിളിക്കാം. കണ്ണ് തുറന്നിക്കുന്ന ആണേ. എന്നെ പറ്റിയപ്പോൾ ഭയങ്കര ഉറക്കമുണ്ടോ കുട്ടിക്ക്? ഭയങ്കര ഉറക്കക്ഷീണ. എന്നെ പറ്റിയെന്നാ ചോദിച്ചത് എന്നോട്. പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. ഇനി പെണ്ണുകളിലും എല്ലാം ഉണ്ടോ? അല്ല, ഇന്നലെ പറഞ്ഞായിരുന്നേ, എന്ത്? എന്നെ ഒരുപാട് പേര് പെണ്ണാണാൻ വന്നതാ. എനിക്ക് അവരൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ട്, നിങ്ങൾക്കും എന്നെ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ കെട്ടിയതാന്ന് പറഞ്ഞില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നു. മനസ്സിലായിക്കണ. എന്താ പറഞ്ഞേ? എന്നോടെന്നാ ചോദിക്കണ? അല്ല, എനക്ക് മനസ്സിലായിക്കുന്നു പറഞ്ഞില്ലേ. എന്താ മനസ്സിലായെന്നാ ചോദിച്ചേ? എനിക്കൊന്നും മനസ്സിലായില്ല. അതേ, ഇപ്പൊ പറഞ്ഞു. നിങ്ങളെ മാത്രം എനിക്ക് ഇഷ്ടമായൊന്നും അല്ലെങ്കിൽ പറഞ്ഞത്. യെസ്. അതൊക്കെ നിങ്ങളെ വായന്ന് കിട്ടാൻ വേണ്ടിട്ടേ ഞാൻ ഒന്ന് മെല്ലെ പിടിച്ചു നോക്കിയതാ. ആരെ? നിങ്ങളെ തന്നെ. അതേ, കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്ത്? എന്താ എന്റെ സങ്കടം? ആര്? എന്റെ സങ്കടം? ആന്നേ. ഞാൻ ആരോടും സങ്കടം പറഞ്ഞില്ലല്ലോ. അല്ലടോ, അല്ലാതെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ. എന്താ സങ്കടം? അത് പറയാൻ ഒരുപാടുണ്ട്. ഞാൻ കരുതി ഇനി കെട്ടിയത് ഒരു സങ്കടമായി, കല്യാണം നടന്നത് സങ്കടമായി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിട്ടില്ല. ഫുള്ള് ഹാപ്പി അല്ലേ? മൈൻഡ് ഫുള്ള് ഹാപ്പി. ഇടയ്ക്ക് ചേടാൻ സേടാവാറുണ്ട്. അത് കയ്യിലിരിപ്പിൻ്റെ. അല്ലല്ല, പിന്നെ എന്തെന്നാ മോളെ നിങ്ങളുടെ ചീത്ത പറയും? അതെൻ്റെ കയ്യിലിരിപ്പിനല്ലേ പൊന്നാര മോളെ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോന്നേല്ലേ, അല്ലാതെ മനഃപൂർവ്വം പറയുന്നതാണോ എന്നോട്? എന്നാലും നിങ്ങൾക്ക് ചീത്ത പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ചൂടെ? എന്റെ ഭാര്യയാണ്, എന്തൊക്കെ എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ട് ഇവിടെ എത്തിയെന്നൊക്കെ. കഷ്ടപ്പാടെന്താ, വണ്ടിക്കകത്തിരുന്ന് വന്നതല്ലേ? ഈ അല്ലല്ലോ വണ്ടി ചുമന്നുകൊണ്ട് വന്നേ. അതിന്റെ മുന്നേ എത്ര കഷ്ടപ്പെട്ടു ഞാന്. എന്ത് മേല് കഷ്ടപ്പെട്ടിരിക്കുന്ന? ഞാൻ ഒന്നും കഷ്ടപ്പെട്ടില്ല. എന്താ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കേക്കട്ടെ. വീട്ടുകാരെ എന്നെ കൊന്നില്ലാന്നുള്ളു. ഇപ്പൊ ജീവനോട്ടുണ്ടാ? അതെല്ലാം സഹിക്കണ്ടേ. പിന്നെ സ്നേഹിക്കുമ്പോ കുറച്ച് റിസ്ക് ഒക്കെ വേണ്ടേ? റിസ്ക് ഇല്ലാണ്ട് പിന്നെ ജീവിക്കാൻ പറ്റുമോ? അതിനൊരു ഇതുണ്ടാവും. ഉണ്ടാവും. ഇതിൽ വലിയ റിസ്ക് എടുത്ത് വളരെ കഷ്ടപ്പെട്ട് പ്രണയിച്ചിട്ട് കിട്ടാണ്ട് പോയ ഒരുപാട് പേരുണ്ടാവൂലേ? അതിൻ്റെ ഇടയ്ക്ക് നമ്മളാണെങ്കിൽ വേറൊരു ഒരു നമ്മൾ കോഴിക്കരി കൊടുക്കൂലേ? എന്നുവെച്ചാൽ നിനക്കല്ല, കോഴിക്കരി കൊടുക്കൂല. അപ്പം അതിൽ ഏതെങ്കിലും ഒരു നെൽമണി കൊള്ളാതിരിക്കുന്നത് അത് തുപ്പിക്കളയുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് കഴിക്കാത്തുണ്ടാവില്ലേ? അതുപോലെ നമ്മൾ. മനസ്സിലായോ? മനസ്സിലാവും. എന്ത്? ഒന്ന് മനസ്സിലാക്കി തരുമോ? മനസ്സിലാക്കി തരാൻ സൗകര്യം ഇല്ലെങ്കിലും സാറേ വിളിക്കുമ്പോ എപ്പോഴും എന്നെ കളിയാക്കലില്ല പതിവ് സാധാരണ. എന്ത് കാര്യം പറഞ്ഞാലും കല്യാണക്കാര്യം എടുത്തിടല. ഇപ്പൊ 2 ദിവസം കൊണ്ടുള്ള പരിപാടിയാണ്. കല്യാണത്തിന് മുന്നേ ഞാൻ എന്തെല്ലാം സഹിച്ചാന്നറിയോ ഞാൻ ഇവിടെ വന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എനിക്കൊരു വിലയും തരുന്നില്ല, മറ്റേതോ മറിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നാരം മോള് ഭയങ്കര ചാട്ടല്ലായിരുന്നു. ഇപ്പൊ ചാട്ടല്ല നിന്നോ? അതൊക്കെ ശരിയാണല്ലോ. അതെല്ലാം ശരിയാണ്. അപ്പൊ ഞാൻ സഹിച്ചുവാ. ഞാനിപ്പോ എത്ര കൊല്ലം കൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കുക തന്നെ. നന്നായുള്ളൂ. എന്താടോ നീ എന്നാ നമ്മളൊക്കെ ശരിയാവണല്ലേ? അതൊക്കെ ശരിയാവും കാക്കോയ്. നമ്മളെ പ്രശ്നം ശരിയാവില്ലേ? നമ്മളെ പ്രശ്നം തീരുമ്പോ എന്റെ സങ്കടവും തീരുമായിരിക്കും. എന്റെ പ്രശ്നം തീർന്നാ എനിക്ക് സങ്കടം തീരുമെന്നാണ് അതിന്റെ ഒരു ഇത്. അങ്ങനെയല്ലേ? പിന്നല്ലാണ്ട് നമ്മൾ എന്തായാലും ഹാപ്പി ആയിരിക്കണം അല്ലേ? പിന്നെ വലിയ ആക്ടർ എല്ലാം മാറ്റിയിട്ട് ചെറിയ ആഗ്രഹങ്ങൾ വെക്കാൻ മനസ്സിലാവും. അങ്ങനെയല്ല, വലിയ ആഗ്രഹങ്ങൾ വെച്ചിട്ട് വേണ്ട. അങ്ങനെയായാലേ ചെറിയ ആഗ്രഹങ്ങളും നടക്കത്തുള്ളൂ. എനിക്ക് എൻ്റെ പൊന്നാരമ്മൾ അങ്ങനെ ആഗ്രഹിച്ച് അവിടെ തന്നെ ഇരുന്നു എന്നെ കണ്ടിട്ടോ.